ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള നേതാക്കന്മാരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഒരു ആശംസക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല തോന്നുന്നുണ്ട്. കാരണം നല്ല ഒരു പരിപാടി നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് സഹീർ നല്ലളത്തിൻ്റെ ഉജ്ജ്വലമായ പ്രഭാഷണം കേൾക്കാനാണ്. അതിന് മുന്നോടിയായി നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് സ്മിജി സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ഞങ്ങളെയൊക്കെ ഒന്ന് വിളിച്ച് ഇങ്ങനെ ചെറിയ അവരിവിടെ എത്തിക്കഴിഞ്ഞാൽ, അവരുടെ പ്രസംഗം കഴിഞ്ഞാൽ സഹീറിൻ്റെ ഉജ്ജ്വലമായ പ്രഭാഷണം കേൾക്കാം. കള്ളന്തോട് മുസ്ലിം ലീഗ് കമ്മിറ്റി, നമുക്കറിയാം, എൻ്റെ ഡിവിഷൻ, എൻ്റെ 7 വാർഡുകളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എനിക്ക് നൽകിയ വാർഡാണ് കള്ളന്തോട് വാർഡ്. എന്നെ അതിനു മുൻപ് പരിചയമുള്ള ആളുകളോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ആളുകളൊന്നുമില്ല. എൻ്റെ ഭംഗി കൊണ്ടല്ല എനിക്ക് ഭൂരിപക്ഷം കിട്ടിയത് എന്ന് എനിക്കറിയാം. അതിൻ്റെ കാരണം നിങ്ങളും ഞാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അംഗമാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അന്ന് ഞാനിവിടെ പര്യടനം നടത്തുമ്പോൾ ഇവിടെ വന്നപ്പോഴൊക്കെ നിങ്ങളെന്നെ വലിയ സ്നേഹത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. ഞാൻ ഈ ചാത്തമംഗലം പഞ്ചായത്തിൽപ്പെട്ട ആളല്ല എങ്കിൽ കൂടി തൊട്ടടുത്ത പഞ്ചായത്തിൽ നിന്ന് ഇവിടെ ഒന്ന് മത്സരിച്ചതാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു വലിയ ഒരു പ്രവണത അല്ലെങ്കിൽ പുറത്തുള്ള ആളാണ് എന്നുള്ള രൂപത്തിലല്ല നിങ്ങളൊക്കെ നിങ്ങളിലൊരുവനായി ഞാനും നിങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരായും എന്നും കണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്നും കാണുന്നത് അത് നിങ്ങൾ വളരെ ഭംഗിയോടുകൂടി നിർവഹിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ 1ാമത്തെ വാർഡ് കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 വാർഡിൽ നിന്നാണ് തുടങ്ങുന്നത്. 4 കഴിഞ്ഞ് 5ാമത്തെ വാർഡ് എണ്ണിയപ്പോൾ തന്നെ എൻ്റെ വിജയം ഉറപ്പായിരുന്നു. അത് കള്ളന്തോട് വാർഡാണ്. നിങ്ങളൊരിക്കലും മറക്കില്ല. ഞാൻ കഴിഞ്ഞ ഗ്രാമസഭയിലും പറഞ്ഞതുപോലെ തന്നെ ഇന്നും ഒക്കെ നിങ്ങളുടെ വാർഡിലെ വികസനവും ബ്ലോക്കിൽ നിന്ന് ലഭിക്കാവുന്ന ഫണ്ട് വളരെ കുറവാണ്. എങ്കിൽ കൂടി കിട്ടുന്ന ഫണ്ടിൽ നിന്ന് ഏറ്റവും വലിയ പ്രാധാന്യം ഈ കള്ളന്തോട് വാർഡിന് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നിങ്ങളെന്നെ അത്രയേറെ സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അധികമൊന്നും സംസാരിക്കുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു വലിയ സമ്മേളനം നമ്മളെല്ലാവരെയും ഒന്ന് കൂട്ടി ഇരുന്നു കൊണ്ട് നമ്മുടെ പരിപാടികളുമൊക്കെ ആയി ഇവിടെ വലിയ രൂപത്തിലാണ് നിങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെല്ലാം ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, നമ്മുടെ ഏറ്റവും ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇതാണ്. ലോക്സഭ കഴിഞ്ഞു, ത്രിതല പഞ്ചായത്ത് കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നമംഗലം നിയോജക മണ്ഡലം നമുക്ക് തിരികെ പിടിച്ചേ മതിയാവൂ. അതിന് ആര് സ്ഥാനാർത്ഥിയായാലും ഏത് ചിഹ്നമായാലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിപ്പിക്കണം. കേരള നിയമസഭയിൽ എത്തിക്കണം. നമ്മുടെ ഭരണം, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം സംസ്ഥാനത്ത് വരാൻ പോവുകയാണ്. അങ്ങനെ സംസ്ഥാനത്ത് നമ്മുടെ ഭരണം വരുമ്പോൾ നമ്മുടെ MLA കൂടി ഇവിടെ നിന്നുണ്ടാകുമ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കൊണ്ടുവരാനും ഈ പ്രദേശത്തൊട്ടനവധി വികസന നേട്ടങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതിന് നിങ്ങളെല്ലാവരും ഇനി വരാൻ പോകുന്ന പരിശുദ്ധമായ റംസാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമായി. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം.